ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ബ്രസൽസിലോട്ടാണ് ലണ്ടനിൽ നിന്ന് വന്നതെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രാൻസിലെ പാരീസിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. അവിടുന്ന് യൂറോസ്റ്റാറിന് സെയിം പ്രൊസീജിയറിൽ. പക്ഷേ ബ്രസൽസിലോട്ട് വന്ന അത്രയും ദൂരം കാണത്തില്ല. നമുക്കെന്തായാലും യാത്ര ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറുവാണ്. അവിടെ ടിക്കറ്റും ഇമിഗ്രേഷനും ഒക്കെ ഉണ്ട്. നമ്മുടെ ഫ്ലൈറ്റിനെ പോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് വന്നേക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. അവിടെ ലിഫ്റ്റ് ഉണ്ട്. എല്ലാവരും കൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് പേർക്ക് പോകാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അതിൻ്റെ ബോർഡാണ് ഓരോ സ്ഥലത്തേക്കുമുള്ള പോകേണ്ട ട്രെയിനിൻ്റെ ബോർഡുകൾ ഫ്ലൈറ്റിനെ പോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇമിഗ്രേഷനിലോട്ട് പോവാം. അങ്ങനെ പല ഭാഗത്തോട്ടുള്ള ട്രെയിനുകൾ അവിടെ കിടക്കുന്നതാണ്. യൂറോസ്റ്റാർ ട്രെയിനുണ്ട് ദൂരെ. അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ സമയം ഓൺ ടൈമാണ്. അതിൻ്റെ ബോർഡ് കണ്ടു. അവിടെ കിടന്ന ഒരു യൂറോസ്റ്റാർ ട്രെയിൻ ഇങ്ങോട്ടോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഇമിഗ്രേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങ് കാണുന്ന ആ ഡോറിൽ കൂടെയാണ് വേണം പോകാൻ. ഇനിയുള്ള വീഡിയോ ട്രെയിനിൽ കയറുന്നതേ കാണത്തുള്ളൂ. കാരണം ഇമിഗ്രേഷൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല ആണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ പാടില്ലായിരുന്നു. ഓക്കെ, നോക്കാം. അങ്ങനെ യൂറോസ്റ്റാറിൽ കയറിയിരുന്നു. ഇപ്പോൾ വിടുമെന്ന് അറിയില്ല, നോക്കാം. അങ്ങനെ ഒരു യൂറോസ്റ്റാർ ട്രെയിൻ പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഓൺലൈനിലാണ് എടുത്തത്. പലർക്കും പല റേറ്റ് ആയിരിക്കും. നേരത്തെ എടുത്താൽ ചിലപ്പം റേറ്റ് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 42 പൗണ്ട് ആ റേറ്റാണ് എനിക്ക് വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പാരീസിൽ നിന്ന് നമ്മുടെ ട്രെയിൻ വിട്ടു. മലയും പുഴയും പാടവും ഒക്കെ കടന്ന് നമ്മൾ ലണ്ടനിലേക്ക് പോവാണ്, കടലിനടിയിലൂടെ. ഇപ്പം യൂറോസ്റ്റാറിൽ ഏകദേശം പകുതി വഴിയായി. ഇനി ഏകദേശം ഒരു പകുതി വഴി കൂടെ ഉണ്ട്. അപ്പം ലണ്ടനിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. ഇനിയിപ്പോൾ കടലിനടിയിലൂടെയാണ് കുറച്ച് ദൂരം. അപ്പോൾ ഇരുട്ടായിരിക്കും. വീഡിയോ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. വണ്ടിക്കകത്ത് വട്ടം കാണും. നമുക്ക് നോക്കാം, എന്തെങ്കിലും കാണാൻ പറ്റുന്ന കാഴ്ചകളുണ്ടെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ പിന്നെ ലണ്ടനിൽ ചെന്നിട്ട് ലണ്ടനിലെത്തി ഗായ്സ്. അപ്പോൾ നമ്മൾക്ക് ലഗേജൊക്കെ ഇരിപ്പുണ്ട്, അതെടുക്കാൻ പോവാണ്. ലഗേജൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെളിയിലോട്ടിറങ്ങുവാണ്. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് വെളിയിലോട്ടിറങ്ങുന്നതിന് വേണ്ടി. ലണ്ടൻ സെൻറ്റ് പാൻക്രാസ് എത്തി ഗായ്സ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ ലണ്ടനിലെത്തി. ഞങ്ങൾ ലണ്ടൻ പാൻക്രാസ് സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പം വീഡിയോ കണ്ട എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.